മാനവചരിത്രത്തിൽ തുല്യതയില്ലാത്ത വംശഹത്യ നടന്നുകൊണ്ടിരിക്കുകയും ആ വംശഹത്യക്ക് സാക്ഷിയാവുകയും ചെയ്യുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, ഇന്ന് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റിൽ ഒരു ബില്ല് പാസ്സാക്കിയ കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഇസ്രായേലിലെ ജയിലിലുള്ള ഫലസ്തീനികളായിട്ടുള്ള തടവുകാരെ പൂർണ്ണമായും കൊന്നൊടുക്കാനുള്ള നിയമമാണ് ഇന്ന് പാസ്സാക്കിയെടുത്തത്. ഒരുപക്ഷെ ദേശരാഷ്ട്ര രൂപീകരണങ്ങൾക്ക് ശേഷം, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ, ദേശരാഷ്ട്രങ്ങളും അവയുടെ ക്രമീകരണങ്ങളും അവയുടെ പ്രവർത്തനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ, ആ മാനവികമായിട്ടുള്ള മനുഷ്യാവകാശമായിട്ടുള്ള നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തെമ്മാടി രാഷ്ട്രമായിട്ടുള്ള ഇസ്രായേൽ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 1917 ബാൽഫർ പ്രഖ്യാപനത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ബാൽഫർ പ്രഖ്യാപനത്തിൻ്റെ സന്ദർഭത്തിൽ ഒരുപക്ഷെ ജൂതന്മാർക്കൊരു രാഷ്ട്രമെന്ന ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടൊരു പ്രഖ്യാപനമുണ്ടാവുകയും അറബികളുടെ ഫലസ്തീൻ മണ്ണിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാരെ കൊണ്ടുവരികയും അങ്ങനെ ഒരു രാജ്യത്തെ ഉണ്ടാക്കാനുള്ള ആ സന്ദർഭത്തിൽ ബ്രിട്ടൻ്റെ ആ പ്രഖ്യാപനത്തിൽ, ഒരുപക്ഷെ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായിട്ടുള്ള ബ്രിട്ടൻ്റെ ആ പ്രഖ്യാപനത്തിൽ അന്നതിനെ എതിർക്കാൻ ലോകരാജ്യങ്ങളിൽ ഒരു 10 രാജ്യങ്ങളെപ്പോലും അന്ന് നമുക്ക് കാണാൻ സാധ്യമായിരുന്നില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ നോക്കൂ, ബെഞ്ചമിൻ നെതന്യാഹു UNOയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് പ്രസംഗപീഠത്തിലേക്ക് വരുമ്പോഴാണ് ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടെ കൂക്കി വിളിച്ചുകൊണ്ട് 110ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികൾ ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത മാസം ഒക്ടോബർ മാസം 8-ാം തീയതി തൂഫാനുൽ അക്സ ആരംഭിച്ചിട്ട് 2 വർഷം പൂർത്തീകരിക്കുകയാണ്. ഒരുപക്ഷെ പ്രതിരോധത്തിൻ്റെ, അതുമല്ലെങ്കിൽ ഒരു പ്രതീസയായി, വിസ്മയങ്ങളുടെ പ്രതീസയായി ഇന്ന് ഗസ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവരുടെ പ്രതിരോധവും അവരുടെ ഇച്ഛാശക്തിയും അവരുടെ ഈമാനും അവരുടെ ജനാധിപത്യ ബോധവും അവരുടെ യുദ്ധം എന്ന് പറയുന്ന ആ ആത്യന്തികമായി ആ ഒരു യുദ്ധം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനോടുള്ള ഗസക്കാരുടെ, ഫലസ്തീനുകളുടെ നിലപാടുകളുമൊക്കെ ഇന്ന് ലോകം വലിയ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുന്നൊരു സന്ദർഭമാണ്. അഥവാ ഞാൻ പറയുന്നത് 2 വർഷം പിന്നിടുമ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ശക്തികളുടെയും ഒക്കെ നില പതറുന്നുണ്ടെങ്കിൽ, അവരുടെ അടി പതറുന്നുണ്ടെങ്കിൽ, അടുത്ത 2 വർഷത്തിനുള്ളിൽ ഗസ വിജയിക്കുകയും ഇസ്രായേൽ സമ്പൂർണ്ണമായി പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം വരാനിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഗസയ്ക്ക് മേൽ ഇന്ന് നരമേധം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഒരു ഖുതുബ, ഒരുപക്ഷെ ലോകമാധ്യമങ്ങൾ, പ്രഗത്ഭരായ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തൊരു ഖുതുബ നമ്മുടെ മുമ്പിലുണ്ട്. വെള്ളിയാഴ്ച ഖുതുബയ്ക്ക് വേണ്ടി ആ ഇമാമ് മിമ്പറിലേക്ക് കയറുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആവശ്യമായിട്ടുള്ള ഒരു ഖുതുബയുടെ പ്രധാനമായ ചടങ്ങുകൾ കഴിഞ്ഞതിനു ശേഷം 3 വാക്യങ്ങളിലാണ് ആ ഖുതുബ അവസാനിക്കുന്നത്. അദ്ദേഹം പറയുന്നു, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, കാരണം എൻ്റെ വിശപ്പ് എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. രണ്ടാമതായി, ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് വിശപ്പ് സഹിച്ചുകൊണ്ട് എന്നെ കേൾക്കാനുള്ള നിലയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമസ്കാരത്തിലേക്ക് കടക്കാമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഫലസ്തീനിലെ ഗസയിലെ ഒരു ഖുതുബ നമ്മോട് പറയുന്നു. നിങ്ങൾ നോക്കൂ, പട്ടിണി കിടന്ന് മനുഷ്യർ മരിച്ചു വിടുകയാണ്. ആയുധങ്ങൾ കൊണ്ട് ആളുകൾ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്, പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ലോക പോലീസ് നടിക്കുന്ന, ലോക പോലീസ് ചമയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ പലപ്പോഴും അതിന് ആവശ്യമായ ആയുധങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസമുണ്ട്. അഥവാ ഈ രാജ്യത്ത്, ലോകത്തിന്റെ ചരിത്രത്തിൽ എല്ലാത്തരം അഭിനവ ജന്മിമാരും അതുപോലെയുള്ള വലിയ ധിക്കാരികളായിട്ടുള്ള ഭരണകൂടങ്ങളും അടിപതറുകയും അവരെല്ലാം അവശേഷിക്കുകയും ചെയ്ത ചരിത്രമാണ് ലോകത്ത് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നെതന്യാഹു അവസാനിക്കും, അതുകൊണ്ട് തന്നെ ട്രംപ് അവസാനിക്കും, അതുപോലെ തന്നെ എല്ലാ സാമ്രാജ്യത്വ അധീശത്വ ശക്തികളും, ഞാൻ പറയുന്നു ഇന്ത്യ ഉൾപ്പെടെ ഇപ്പോൾ സാമ്രാജ്യത്വ ശക്തികളോടൊപ്പം ഇന്ന് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയുടെ അഭിനവ
ഏകാധിപതികൾ പോലും ഇവിടെ തകർന്നടിയുന്ന ഒരു കാലം വരാനിരിക്കുന്നു എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കേണ്ടി വരും. നിങ്ങൾ നോക്കൂ, ഇന്ന് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന പതാക ഏത് രാജ്യത്തിൻ്റെതാണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരം അത് ഫലസ്തീന്റെ പതാകയാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാജ്യമേത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് പറയാൻ കഴിയും, അത് ഫലസ്തീനാണ്. LKG-യിലെ കുട്ടികൾ മുതൽ UN-ൽ വരെ വളരെ ശക്തമായി ഇന്ന് ഗസക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ തെരുവുകൾ ഇന്ന് ഗസക്ക് അനുകൂലമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ ക്യാമ്പസുകൾ ഇന്ന് ഗസക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കളിക്കളങ്ങൾ ഇന്ന് ഗസക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്റ്റേജുകൾ മുഴുവൻ ഇന്ന് ഗസക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴും നമ്മൾ കേരളത്തിൽ ഒരു വാർത്ത കേൾക്കുന്നു, ഫ്രീ ഗസ എന്ന് പറഞ്ഞ് ടീഷർട്ട് ഇട്ട് സ്റ്റേജിൽ കയറിയ വിദ്യാർത്ഥികളെ തടയുന്ന പ്രിൻസിപ്പൽമാരെ നമ്മൾ കേരളത്തിൽ കാണുന്നു. ഞാൻ പറയുന്നത്, ഒരു മാറ്റം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നുണ്ട്. അത് നീതിക്ക് വേണ്ടിയുള്ള ഉയർത്തെഴുന്നേൽപ്പിൽ, നീതിക്ക് വേണ്ടി ജനങ്ങൾ ഐക്യപ്പെടുന്ന, ഒരുമിച്ച് നിൽക്കുന്ന ഒരു പുതുലോകം സാധ്യമാണ് എന്നുള്ളത് ഗസ നമ്മോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഏത് ഐക്യദാർഢ്യവും, ഗസക്ക് അനുകൂലമായിട്ടുള്ള ഏത് ഐക്യദാർഢ്യവും അത് മറ്റൊന്നും ഇല്ലാതെ, മറ്റൊരു കാര്യവുമില്ലാതെ ആ ഐക്യദാർഢ്യത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വെൽഫെയർ പാർട്ടി ഈ ഐക്യദാർഢ്യത്തോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് സിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഐക്യദാർഢ്യ പരിപാടിയിൽ മുഴുവൻ ഐക്യദാർഢ്യങ്ങളും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.